അല്ല, ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ്. അതിന് ഒരുപാട് വിലയുണ്ട്. അതായത് നമ്മളുടെ മേളിൽ നല്ല പ്രഷർ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാത്ത ആൾക്കാരുണ്ടാവില്ല. നിങ്ങൾ നാളെ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ഭയങ്കര കരച്ചിലായിരിക്കും. എന്തിനാണ് അവൾ മരിച്ചത്? അവൾക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അവളിങ്ങ് ഇറങ്ങി വന്നാൽ പോരായിരുന്നോ? അപ്പം അതായത് ഈ ആ കുട്ടിയുടെ പേരൻസ് തന്നെ പറയും, ഇങ്ങ് വന്നിരുന്നാൽ പോരായിരുന്നോ, പൊന്നുമോളെ നീ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കുമായിരുന്നല്ലോ, എന്തിനീ കടുങ്കൈ ചെയ്തു. ആ പെൺകുട്ടി ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവില്ല എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഫാമിലിയുടെ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ഓൾ ആർ എലോൺ. നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിൽ നമ്മളെ കൈവിട്ടിട്ട് പോകുന്നത്, അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പോവാതിരിക്കുക. നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇപ്പോൾ ഒരു ടോക്സിക് റിലേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങാം. അതായത് ഡിവോഴ്സ് ഡോട്ടർ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ ഡിസീസ്ഡ് ഡോട്ടർ എന്ന് പറയും. ഒരു മരിച്ച മകളെക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് ഭർത്താവിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന. ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു, വിവാഹബന്ധം വേർപെട്ടു എന്ന് വിചാരിച്ചിട്ട് എന്ത് പറയുന്നത്, ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നടക്കുന്നത്. ഇപ്പോൾ ഡിവോഴ്സുകൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ടോക്സിസിറ്റിക്കെതിരെ ആളുകൾ ശബ്ദിച്ചു തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴി തുറക്കും. നമ്മൾ അടഞ്ഞു കിടക്കുന്ന ഒരു വഴിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. ഡയറക്ഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി, ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള, കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് മിക്ക ആൾക്കാരും. എനിക്കും തോന്നിയിട്ടുണ്ട് ലൈഫിൻ്റെ പല പോയിന്റിലും മരിച്ചാൽ മതി, എനിക്കിനി മുമ്പോട്ട് പോകില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന നമുക്ക് മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളാണ്. എത്ര മോശം എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിലും അത് നമ്മുടെ പെർസെപ്ഷൻ മാത്രമാണ്.